നോക്ക്. SSLCക്ക് ഫുൾ A+ കിട്ടിയ വിദ്യാർത്ഥികൾക്ക് +1 പ്രവേശനം ലഭിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. വിദ്യാർത്ഥികൾക്കൊപ്പം KSU പ്രവർത്തകർ കോഴിക്കോട് RDD ഓഫീസ് ഉപരോധിക്കുന്നുണ്ട്. മറുപടി പറയൂ സർക്കാരേ, മറുപടി പറയൂ സർക്കാരേ. ഇതുപോലൊരു നാറിയ ഭരണോ, ഇതുപോലൊരു നാറിയ ഭരണോ കേരള ജനത കണ്ടിട്ടില്ല, കേരള ജനത കണ്ടിട്ടില്ല. സീറ്റില്ല മലബാറിലെ വിദ്യാർത്ഥിക്ക്, മലബാറിലെ വിദ്യാർത്ഥിക്ക് കഷ്ടപ്പെട്ട് പഠിച്ചവർക്ക്, കഷ്ടപ്പെട്ട് പഠിച്ചവർക്ക് +1 പഠിക്കാനായി മലബാറിൽ സീറ്റില്ല. മറുപടി പറയൂ സർക്കാരേ. 10ാം ക്ലാസും ഗുസ്തിയുമായി മലബാറിലെ വിദ്യാർത്ഥികൾ വോട്ടിലിറങ്ങി തെണ്ടണമോ? ഹലോ മിസ്റ്റർ ശിവൻകുട്ടി, കാണുന്നില്ല ഈ സമരം, ഈ സമരം സൂചന മാത്രം. സീറ്റ് എവിടെ അധികാരികളെ? മലബാറിലെ കുട്ടികൾ ഇവിടെ ഇറങ്ങിയിരിക്കണമോ? മലബാറിലെ വിദ്യാർത്ഥിക്ക് വേണം സർക്കാരേ. ബെൻസൻ ബാബു ചേർന്ന് നമുക്കിപ്പം. ബെൻസൻ, ഈ SSLCക്ക് ഫുൾ A+ കിട്ടിയിട്ടും വിദ്യാർത്ഥികൾക്ക് +1 പ്രവേശനം ലഭിച്ചില്ല എന്നാണ് ഇവർ ആരോപിക്കുന്ന കാര്യം. ഈ പ്രതിഷേധം കൂടുതൽ ശക്തമാവുകയാണോ? അധികൃതർ ഈ വിഷയത്തിൽ നൽകുന്ന വിശദീകരണം എന്താണ്? സേതുലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് ശേഷം ഈ +1 പ്രവേശനത്തിനായി കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രതിസന്ധി വന്നിട്ടുള്ളത്. കഴിഞ്ഞ കാലങ്ങളിലായി നമുക്കറിയാം ഈ വിഷയം വളരെയധികം ചർച്ചയായിട്ടുള്ളതാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ +1 പ്രവേശനവുമായി ബന്ധപ്പെട്ട് MSF ഓൾറെഡി സമരത്തിൽ നിരന്തരമായ തുടർ സമരങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ കോഴിക്കോട് ജില്ലയിലെ ഇത്തരത്തിൽ SSLCക്ക് ഫുൾ A+ ലഭിക്കുകയും എന്നാൽ ആദ്യ 2 അലോട്ട്മെന്റുകൾ വന്നതിന് ശേഷം ഇതുവരെയും സ്കൂളുകളിൽ അഡ്മിഷൻ ലഭിക്കാത്ത വിദ്യാർത്ഥികളെയും കൊണ്ടാണ് ഇപ്പോൾ KSU പ്രവർത്തകർ ഇത്തരത്തിലൊരു പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടറുടെ കോഴിക്കോട് റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിലെത്തി അവിടെ ഉപരോധിക്കുകയാണ് ഇപ്പോൾ KSU പ്രവർത്തകരോടൊപ്പം 2 വിദ്യാർത്ഥികളുമുണ്ട്. ഇവർക്ക് SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ ലഭിച്ചു. എന്നാൽ ആദ്യ 2 അലോട്ട്മെന്റ് വന്നപ്പോൾ ഇവർക്ക് ഒരു സ്കൂളിലും +1 സീറ്റ് ലഭിച്ചിട്ടില്ല. അപ്പോൾ ഇവർക്ക് സീറ്റ് ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ ഉണ്ടാവുക, ഉടൻ തന്നെ അതിനൊരു പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു സമരവുമായി ഉപരോധവുമായി KSU പ്രവർത്തകർ ഇപ്പോൾ രംഗത്തെത്തിയിട്ടുള്ളത്. ഇവർ ഡെപ്യൂട്ടി ഡയറക്ടറുടെ റൂമിൽ അദ്ദേഹത്തെ ഉപരോധിക്കുകയാണ്. നിലവിൽ ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ്. അത്തരത്തിലൊരു നടപടി സ്വീകരിക്കുന്നത് വരെ ഈ സമരം ഉപരോധം തുടരുമെന്ന് ഈ KSU പ്രവർത്തകർ അറിയിക്കുന്നുണ്ട്. ഇപ്പോൾ വലിയ പോലീസ് സന്നാഹവും ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് വരും മിനിറ്റുകളിൽ കടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഇത്തരത്തിൽ ഈ മലബാർ മേഖലയിൽ +1 സീറ്റിന്റെ ക്ഷാമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സമരങ്ങളും പ്രതിഷേധങ്ങളും എല്ലാം കഴിഞ്ഞ കുറെ കാലങ്ങളായി നമ്മൾ കാണുന്നതാണ്. ഇപ്പോൾ ഇന്നലെ മലപ്പുറത്തും സമാന
രീതിയിൽ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. ആദ്യ 2 അലോട്ട്മെന്റുകൾ വന്നതിന് ശേഷവും ഈ വിദ്യാർത്ഥികൾക്ക് മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ അല്ലെങ്കിൽ 9A+ നേടിയ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കൊന്നും തന്നെ കൃത്യമായി അവരാഗ്രഹിക്കുന്ന സ്കൂളുകളിൽ അവരാഗ്രഹിക്കുന്ന സബ്ജക്ട് എടുക്കാൻ സയൻസ് ഓക്കെ കമ്പ്യൂട്ടർ ബെൻസൺ, എന്താണെങ്കിലും ഈ മലബാർ മേഖലയിലെ സീറ്റ് പ്രതിസന്ധി അതിന് ഒരു പരിഹാരം കണ്ടേ മതിയാവുകയുള്ളൂ. ഫുൾ A+ വാങ്ങിയിട്ട് പോലും വിദ്യാർത്ഥികൾക്ക് പ്രവേശനം ലഭിക്കാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നു. അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. KSU ആണ് RDD ഓഫീസ് ഉപരോധിക്കുന്നത്. എത്രയും വേഗം ഈ ഒരു വിഷയത്തിൽ അടിയന്തരമായ ഒരു പരിഹാരം കാണേണ്ടതുണ്ട്. കാരണം കുട്ടികളുടെ ഭാവിയെ ബാധിക്കുന്ന വിഷയങ്ങളാണ്. കാലാകാലങ്ങളായി ഈ ഒരു വിഷയം നിലനിൽക്കുകയാണ്. ഇനിയെങ്കിലും ഈ ഒരു വിഷയത്തിൽ ഒരു നടപടി അല്ലെങ്കിൽ ഒരു സത്വരമായ ഒരു നടപടി അതുണ്ടായേ മതിയാവുകയുള്ളൂ.